വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് വ്യക്തമാക്കിയ പോലീസ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് ടി എൻ പ്രതാപൻ വ്യക്തമാക്കി. സുരേഷ് ഗോപി വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും വ്യാജരേഖ ചമച്ച തൃശൂരിൽ വോട്ട് ചേർത്തുവെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ടി എൻ പ്രതാപൻ പോലീസിനെ സമീപിച്ചത്. തൃശൂർ ACPയുടെ 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണം അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല. നിലവിൽ ലഭ്യമായ രേഖകൾ വച്ച് കേസെടുക്കാനാവില്ല. വ്യാജരേഖ ചമച്ചതിന് കേസെടുക്കണമെങ്കിൽ വരണാധികാരി പരാതി നൽകണമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പോലീസിന്റെ നടപടി തെറ്റാണെന്നും തൃശൂരിൽ BJP CPM ഡീലുണ്ടെന്നും ടി എൻ പ്രതാപൻ ആരോപിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയ ടി എൻ പ്രതാപൻ നിയമ നടപടികൾക്കായുള്ള ചർച്ച തുടങ്ങി. നേരത്തെ സുരേഷ് ഗോപി സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട വിവരാവകാശ നിയമപ്രകാരം അനിലക്കര നൽകിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളിയിരുന്നു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.